നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ദേവുവിനെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തത്. ഒരു റൗഡി വന്ന് ഭീഷണിപ്പെടുത്തിയോണ്ട് ഞാൻ പേടിക്കൊന്നുമില്ല. അമ്മയൊന്ന് പേടിച്ചു, ആ പേടി ഞാൻ കാര്യമാക്കുന്നില്ല. അല്ല, എന്താ വന്നവന്റെ പേര്? ഭദ്രൻ. ആ, ഭദ്രൻ എന്നല്ല, അവനെക്കാളും വലിയ കൊലകൊമ്പം വന്നാലും എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ തീരുമാനിച്ച തന്നെയാ. ഇന്നലെ നടക്കാൻ പാടില്ലാത്തെല്ലാം ആ ഭദ്രനായിട്ട് വീട്ടിലുണ്ടാക്കിപ്പോയി. അതിൽ ആനന്ദനും അമ്മയ്ക്കുണ്ടായ വിഷമത്തിന് ഞാൻ മാപ്പ് ചോദിക്കാം. ആ വൃത്തികെട്ടവനെ പേടിച്ചിട്ടാണോ ദേവിക കല്യാണത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനമെടുത്തത്? അത് അവനെ ദേവിക ഭയപ്പെടുവൊന്നും വേണ്ട. അവനെ നമുക്ക് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം. അതിനിപ്പം ഞാൻ വിചാരിച്ചാലും മതി. അതുകൊണ്ട് അവന്റെ വിഷയം മറന്നേക്ക്. അത് മാത്രല്ല, വേറെയും പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്ന എനിക്ക് മറ്റു പലരെയും വിഷമിപ്പിക്കേണ്ടി വരും. അതിനെനിക്ക് താല്പര്യമില്ല. അതിനുവേണ്ടി ഞാൻ മുതിരുകയില്ല. അതുകൊണ്ട് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ഞാൻ എടുത്തത്. ആനന്ദൻ എത്ര പറഞ്ഞാലും എനിക്ക് ആ തീരുമാനം മാറ്റാൻ പ്രയാസമാണ്. ദേവികയോട് ഞാൻ ഇപ്പോഴും പറയുക, വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ദേവിക ഒരിക്കൽ കൂടി മനസ്സിരുത്തി ചിന്തിക്കണം. ഇപ്പോ താൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്തൊക്കെയോ ചില സമ്മർദ്ദങ്ങളുടെ പുറത്താ. അങ്ങനെയല്ല ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്തായാലും താൻ ആലോചിക്കുക. നന്നായി ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത. പക്ഷേ ആ ഡിസിഷൻ നമുക്ക് ഫേവറബിൾ ആയിരിക്കണം. അതാ എന്റെ വിശ്വാസം. മാലാക, മാലാക ഇപ്പോഴാണോ എന്നെ? ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? മാലാക എന്താ വൈകി പോയേ? ഓ, ഫ്രണ്ടായിട്ട് വർത്താനം പറഞ്ഞിരിക്കായിരുന്നോ? അതെ. എന്നിട്ട് പറഞ്ഞു തീർന്നോ? തീർന്നു. എന്നാ വാ, നമുക്ക് പാർക്കിൽ പോയിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ആനന്ദൻ പോയിക്കോളൂ. ഞാൻ പോവാം. പക്ഷേ ദേവിക റീതിങ് ചെയ്യണം. നമുക്ക് അനുകൂലമായ തീരുമാനം എടുക്കണം. ശരി, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.